വെൽക്കം ബാക്ക് ടു ഷീസ് ഫ്ലേവേഴ്സ്. ഇന്ന് വിനായക ചതുർത്ഥിയാണ്. അതുകൊണ്ട് തന്നെ ഞാനൊരു പ്രത്യേക മോദകത്തിൻ്റെ ഒരു റെസിപ്പിയുമായിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ മോദകം എളുപ്പത്തിൽ ഉണ്ടാക്കാം. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇത് ഞാൻ ചോറ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. സാധാരണ മട്ടയരി കൊണ്ട് ഉണ്ടാക്കിയ ചോറ് 1 കപ്പ് എടുത്തിട്ടുണ്ട്. റൈസ് ഫ്ലോർ 1 കപ്പ്, ശർക്കര, ഏലക്ക, പിന്നെ നാളികേരം ചിരവിയത് എടുത്തിട്ടുണ്ട്. ഇത്രയുമാണ് ഞാൻ എടുത്ത ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് ഈ ചോറ് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം മിക്സിയുടെ ജാറിലിട്ടിട്ട്. ഇത് ഒട്ടും വെള്ളം ചേർക്കാതെയാണ് അരയ്ക്കുന്നത്. നന്നായിട്ട് അരച്ച് എടുത്ത ചോറാണിത്. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ചോറ് ഇപ്പം നല്ലപോലെ ഒട്ടി പശ പോലെയാണ് ഇരിക്കുന്നത്. അപ്പം ഇതൊന്ന് നല്ല തിക്കാക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് റൈസ് ഫ്ലോർ ചേർത്ത് കൊടുക്കാം. റൈസ് ഫ്ലോറിന് അളവൊന്നുമില്ല. നമ്മൾ ഓരോ ടീസ്പൂണായിട്ട് ചേർത്ത് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ, നമ്മളിങ്ങനെ കയ്യിൽ ഒട്ടാതെ നന്നായിട്ട് കുഴയ്ക്കാൻ പറ്റിയ ഒരു പാകത്തിൽ ആകുന്നവരെ റൈസ് ഫ്ലോർ ഇട്ട് കൊടുക്കുക. ഇത് പത്തിരിപ്പൊടിയാണ്. പത്തിരിക്ക് ഇടിയപ്പത്തിനുമൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പൊടിയാണ്. അത് ഓരോ ടീസ്പൂൺ വീതം ഇട്ട് കൊടുക്കുന്നു. ചോറായതുകൊണ്ട് നന്നായിട്ട് ഒട്ടിപ്പിടിക്കും. അപ്പോൾ കയ്യിൽ കുറച്ച് എണ്ണ എടുത്തിട്ട് റീഫൈൻഡ് ഓയിൽ എടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് കുഴച്ച് എടുക്കുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല. ഞാനൊരു കപ്പ് ഫുള്ള് റൈസ് ഫ്ലോർ എടുത്തിട്ടില്ല, 3/4 ഭാഗം എടുത്തിട്ടുള്ളൂ. 1/4 ഭാഗം ബാക്കിയുണ്ട്. പിന്നെ ഈ ഒരു പാകത്തിൽ കുഴച്ച് എടുക്കുക. ഇനി നമുക്ക് ഇത് വെച്ച് മോദകം ഉണ്ടാക്കാം. അപ്പോൾ കറക്റ്റ് പാകമായിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ടുള്ള മാവായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചൂട് വെള്ളത്തിലൊക്കെ അരിപ്പൊടി കുഴച്ചിട്ടാണ് മോദകം ഉണ്ടാക്കുന്നത് സാധാരണയായിട്ട്. ഇതിപ്പോൾ ഞാൻ ശർക്കര എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കട്ടിയുള്ള ശർക്കരയാണെങ്കിൽ ഒന്ന് പൊട്ടിച്ചിട്ട് ചെറുതായിട്ട് 1 ടീസ്പൂൺ വെള്ളം ഒഴിച്ച് ഒന്ന് ഉരുക്കിയെടുക്കാം. ഇത് വളരെ നൈസാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ കൈ കൊണ്ട് തന്നെ ചിരണ്ടി എടുക്കുകയാണ്. നൈസായിട്ട് ചിരണ്ടി എടുക്കണം. വലിയ കട്ടകളൊന്നും പാടില്ല. അങ്ങനെ എല്ലാം ചിരണ്ടി എടുത്തു. 3 പീസ് ശർക്കരയാണ് എടുത്തത്. അപ്പം മധുരം കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടി എടുക്കാം. ഒരു 4 ഏലക്ക പൊടിച്ചത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അതും കൂടെ കുറച്ച് ഒരു 1/4 ടീസ്പൂൺ പൊടിച്ച് ചേർക്കാം. നാളികേരം ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. കൈകൊണ്ട് മിക്സ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ നന്നായിട്ട് അതെല്ലാം ശർക്കരയും നാളികേരവും നന്നായിട്ട് കുഴച്ചെടുക്കുക. ശർക്കരയുടെ ചെറിയ കട്ടിയതൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്ത് നന്നായിട്ട് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഉണ്ടാക്കി നോക്കാം. സാധാരണ കയ്യിൽ നന്നായിട്ട് എണ്ണ തേച്ചിട്ട് വേണം അതൊന്ന് കുഴച്ചെടുക്കാൻ, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. മോദകത്തിൻ്റെ ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത്. കൊഴുക്കട്ടയുടെ ഷേപ്പിലാണെങ്കിൽ നമുക്ക് റൗണ്ടായിട്ട് ബോൾ പോലെ ആക്കിയെടുക്കാം. ഇത് മോദകത്തിൻ്റെതാകുമ്പോൾ ഒരു പ്രത്യേക ഒരു ഷേപ്പിലാണ് എടുക്കുന്നത്. സാധാരണ കൈകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. സൈഡൊക്കെ നല്ല നൈസായിട്ട് പരത്തിയെടുത്തിട്ട് ഇത് വെച്ചിട്ട് എല്ലാ ഭാഗങ്ങളും കൂടി കൂട്ടിച്ചേർക്കുക. ഇത് കിഴി പോലെ ആക്കുക. എന്നിട്ട് മുകൾ ഭാഗം ഇങ്ങനെ ചുരുട്ടിയെടുക്കുക. ഇങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്. എൻ്റെ കയ്യിൽ ഇതിൻ്റെ മോൾഡുണ്ട്, മോദകം ഉണ്ടാക്കുന്ന മോൾഡുണ്ട്. അപ്പോൾ മോൾഡ് ഉണ്ടെങ്കിൽ നമുക്ക് അതുകൊണ്ട് ഉണ്ടാക്കുന്ന കുറച്ചുകൂടി ഈസി, നല്ല ഷേപ്പിലൊക്കെ കിട്ടും. ഞാൻ വെറുതെ കൈകൊണ്ട് ഒരെണ്ണം ഉണ്ടാക്കി കാണിച്ചതേ ഉള്ളൂ. നമുക്ക് മോൾഡിൽ എങ്ങനെ ഉണ്ടാക്കുന്നത്, ഇതിപ്പോൾ എല്ലാ ഷോപ്പുകളിലൊക്കെ കിട്ടുന്ന ഒരു സാധനമാണ് ഈ മോൾഡ്. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതിങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ചിട്ട് മാവ് നിറയ്ക്കണം. നന്നായിട്ട് നിറച്ചിട്ട് നടുക്ക് കുഴി ഉണ്ടാക്കുക. സൈഡൊക്കെ തിന്നാക്കിയിട്ട് നടുക്ക് നല്ല സ്പേസ് ഉണ്ടാക്കണം. അങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക്
നമ്മുടെ ഫില്ലിങ്സ് നിറച്ചു കൊടുക്കാം. ചെറിയ സ്പൂൺ കൊണ്ട് അടച്ചാൽ മതി, വിരലുകൊണ്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയോ. ഇതിനി തുറന്നിട്ട് നമുക്ക് പുറത്തെടുക്കുക. നല്ല ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മോൾ ഭാഗം ഒന്ന് അടച്ചെടുക്കണം. അപ്പോൾ ഇവിടെ സ്പേസ് ഇല്ലെങ്കിൽ കുറച്ച് മാവ് കൂടെ ചേർത്ത് ഒന്ന് അടച്ചു വെച്ചാൽ മതി. നല്ല ഷേപ്പുള്ള മോദകം കിട്ടി. അപ്പോൾ ഇങ്ങനെ മോൾഡ് ഉണ്ടെങ്കിൽ മോദകം ഉണ്ടാക്കാൻ എളുപ്പമാണ്. എല്ലാ മോദകങ്ങളും ഉണ്ടാക്കി വെച്ചു. പിന്നെ നമുക്കിത് ബോയിൽ ചെയ്തെടുക്കണം. ബോയിൽ ചെയ്യാൻ വെള്ളം വെച്ചിട്ടുണ്ട്, ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. തട്ട് വെച്ചിട്ട് അതിൽ കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ നമ്മൾ വെള്ളം തിളയ്ക്കാനിടുമ്പോൾ അതിനകത്തേക്ക് ഒരു ഏലക്ക, കുറച്ച് ജീരകമൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന മോദകത്തിനൊക്കെ നല്ലൊരു മണം ഉണ്ടാവും. എല്ലാ മോദകങ്ങളും നിരത്തി വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം, ആവിയിൽ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് വെന്താൽ മതിയാവും. മോദകമെല്ലാം നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടോ, ഒന്നും പൊട്ടിയൊന്നും പോയിട്ടില്ല. ചിലപ്പോൾ ഇത് പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വയ്ക്കുമ്പോൾ തന്നെ ഫില്ല് ചെയ്തൊക്കെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. നമുക്ക് ഇതൊക്കെ എടുത്ത് മാറ്റി സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.